മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത്? കാരണം നമുക്കൊരു മരണമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു മരണമുണ്ടല്ലോ. മരണമില്ലാത്തവരാരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കും, എടാ ഇന്നലെ ജനിച്ചു, നാളെ ഞാൻ മരിച്ചു പോകും, എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? മരിച്ചു പോകും, എങ്ങോട്ടാണ് പോകുന്നത്? നല്ല വ്യക്തതയുമുണ്ടോ? പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി തൻ്റെ വിവാഹ ദിവസം, നമുക്കറിയാമല്ലോ, അവളെ ജനിപ്പിച്ച് വളർത്തിയ മാതാപിതാക്കളെ ആ 10, 20, 22 അല്ല 25 വർഷം വരെ അവൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊടുത്ത് അവളെ നല്ല രീതിയിൽ വളർത്തി അവളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് നല്ലൊരു പുരുഷന് വിവാഹ നിശ്ചയം കൊടുത്തിരിക്കുകയാണ്, ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം കൊണ്ട് അവൾ നമ്മളെ വിട്ടു പോവുകയാണ്. അവളോടൊന്ന് ചോദിക്കണം, എടി മോളെ നീ പോകരുത് കേട്ടോ, അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവൾ ഒരു നിമിഷം പോലും അവിടെ നിൽക്കത്തില്ല. ഇത്രയും നാളും നമ്മൾ വളർത്തിയത് ആ കുട്ടി എന്താണ് ഒരു ദിവസം കൊണ്ട് മറന്നു പോവുകയാണ്. അവൾക്കൊരു പുരുഷൻ വേണം, ഒരു പ്രിയൻ വേണം. അവൾക്കറിയാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, അവൾക്ക് നല്ല അറിവുണ്ട്. ഇന്ന് ഞാൻ വിവാഹ നിശ്ചയം കഴിക്കപ്പെട്ട ഞാൻ ഈ വിവാഹ ദിവസം എൻ്റെ പിതൃഭവനം വിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് അവൾ അമ്മയപ്പന്മാരെ വിട്ട് അവളുടെ രക്ഷകന്റെ, അവളുടെ പ്രിയന്റെ അടുക്കലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹ നിശ്ചയം കഴിക്കപ്പെട്ടത് കൊണ്ടാണ് ആ വിവാഹ ദിവസം ആ പെൺകുട്ടി സന്തോഷത്തോടുകൂടെ ആ പിതൃഭവനം വിട്ടു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തവും കൃത്യവുമായിരിക്കുന്ന അറിവുണ്ടെങ്കിലും നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന പ്രിയൻ ആരാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആരാണ്, നമ്മുടെ രക്ഷകൻ ആരാണ്, എന്നും ജീവിക്കുന്നവനായിരിക്കുന്ന ഈ ഏക സത്യദൈവം ആരാണ് എന്ന് ഈ ഭൂമിയിൽ വെച്ച് അറിയുകയും അവനെ അംഗീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ മരണ ദിവസം നമുക്ക് സന്തോഷത്തോടു കൂടി കടന്നു പോകാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, മരണ ദിവസം ഒരു പെൺകുട്ടിക്ക് വിവാഹ ദിവസം പോലെ സന്തോഷപൂർണ്ണമാക്കണമെങ്കിൽ നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന രക്ഷകനായിരിക്കുന്ന പുരുഷനെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ പുരുഷനെ പറ്റി ഞങ്ങൾ പറയട്ടെ. ഈ ഭൂമിയിൽ ഒരു പുരുഷനെ അങ്ങനെ വന്നിട്ടുള്ളൂ, അവന്റെ നാമം യേശുക്രിസ്തു എന്നാകുന്നു.